കെ.എസ്. ചിത്രയ്ക്ക് പിറന്നാൾ വരികയാണ്. യുവതലമുറ പോലും ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു ഗായിക മലയാളത്തിലുണ്ടാകുമോ എന്ന സംശയമാണ്. കാരണം അത്രയേറെ ജീവിതത്തിൽ അലിഞ്ഞുപോയ ഒരു ശബ്ദമാണ് ചിത്രയുടേത്. സങ്കടം വന്നാലും സന്തോഷം വന്നാലും ചിത്രയുടെ ഗാനങ്ങൾ ഉണ്ടാകും നമ്മുടെ പ്ലേലിസ്റ്റിൽ. 1979 പുറത്തിറങ്ങിയ കുമ്മാട്ടിയിൽ കാവാലം എം.ജി. രാധാകൃഷ്ണൻ ഗാനത്തിലൂടെയാണ് ചിത്ര ആദ്യമായി ചലച്ചിത്ര രംഗത്തേക്ക് വരുന്നത്. ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്രമായി ആദ്യ ഗാനം പാടാൻ ചിത്രയ്ക്ക് അവസരം ലഭിച്ചു. ഇതേ ചിത്രത്തിലെ പ്രണയവസന്തം എന്ന ഗാനം ശ്രദ്ധിക്കപ്പെട്ടതോടെ ചിത്ര പാട്ടുകാരുടെ മുൻനിരയിലേക്ക് കടന്നുവന്നു. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഒറിയ, ബംഗാളി തുടങ്ങിയ ഭാഷകളിലും പാടിയിട്ടുണ്ട് താരം. പ്രതിഭയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും തൻ്റെ ലാളിത്യം കൊണ്ട് ആരുടെയും മനസ്സലിയിപ്പിക്കുന്ന വ്യക്തിത്വമാണ് ചിത്രയുടേത്. മലയാളികൾക്ക് അവർ ചിത്രചേച്ചിയാകുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോഴത്തെ ചിത്രയുടെ സ്വത്തുക്കളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇട്ടുമൂടാനുള്ള സ്വത്തുക്കളുണ്ട് ചിത്രയ്ക്ക്. ഒരു പരിപാടിക്ക് മണിക്കൂറിന് തന്നെ ലക്ഷങ്ങളാണ് താരത്തിന് ലഭിക്കുന്നതെന്നാണ് സിനിമാ മേഖലയിലുള്ളവർ തന്നെ പറയുന്നത്. തമിഴ്, തെലുങ്ക് സിനിമകളിൽ ഒരു പാട്ടിന് 15 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെയും കന്നഡ സിനിമയിൽ ഏകദേശം 8 ലക്ഷം മുതൽ 12 ലക്ഷം രൂപ വരെയുമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം മണിക്കൂറുകൾക്കാണ് ചാർജെന്നും ഒരു ഷോയ്ക്ക് എങ്ങനെ പോയാലും 15 ലക്ഷത്തിന് മുകളിൽ ലഭിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ചെന്നൈയിലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളും ഫ്ലാറ്റുകളും ഉണ്ടെന്ന് പ്രിയപ്പെട്ടവർ പറയുന്നു. ഗുരുവായൂരപ്പൻ ഭക്തിയായ ചിത്രയ്ക്ക് ഭഗവാനെ കണ്ടു തൊഴാനായി ഗുരുവായൂരിലും വീടുണ്ടെന്ന് ഇടയ്ക്ക് റിപ്പോർട്ടുകൾ വന്നു. ഏക മകളെയും നഷ്ടപ്പെട്ട ചിത്ര തൻ്റെ സ്വത്തുക്കളിലെ നല്ല ഭാഗം പാവപ്പെട്ടവർക്കായി നൽകുന്നുണ്ട്.